നമസ്കാരം. ഏഷ്യാലോ ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം, എല്ലാവർക്കും ഒരു ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഭവനം, അല്ലേ? എല്ലാവരുടെ ഒരു ആഗ്രഹമോ എല്ലാവരുടെ സ്വപ്നമോ സ്വന്തമായിട്ടൊരു ഭവനം വേണമെന്നുള്ള കാര്യം. അപ്പം നമുക്ക് അച്ഛൻ്റെയോ അല്ലെ ഭാര്യയുടെ വീട്ടിൽ നിന്നൊക്കെ നമുക്കൊരു വസ്തു കിട്ടിയാൽ പോലും അവിടെ ഒരു വസ്തു കിട്ടിയാൽ നമുക്ക് വീട് വെക്കണം. അപ്പം നമുക്കൊരു വീടായിട്ട് കിട്ടി നമ്മുടെ ആഗ്രഹത്തിന് അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെ നമുക്ക് വാസ്തുപ്രകാരം ആക്കണം, അല്ലെ നമ്മുടെ ഇഷ്ടത്തിനൊക്കുന്ന രീതിയിൽ അതൊന്ന് പുനർനിർമ്മിക്കണം, അല്ലെ പുതിയതായിട്ട് നിർമ്മിക്കണം എന്നൊക്കെയുള്ള ചിന്താഗതിയുള്ള ധാരാളം പേരുണ്ട്. പക്ഷെ അതൊന്നും സാധിക്കാതെ നമുക്ക് വർഷങ്ങളായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഒന്നുകിൽ വാടകയ്ക്ക് അല്ലെങ്കിൽ പഴയ വീട്ടിലൊക്കെ താമസിക്കുന്ന വ്യക്തികളൊക്കെ ഉണ്ട്. ചിലരാണ് വീട് പണി തുടങ്ങിയിട്ട് അത് പൂർത്തിയാക്കാൻ വളരെ പെടാപ്പാടുപെടുന്നവരൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ആ വീട് പണി എത്രയും പെട്ടെന്ന് വേഗത്തിൽ നടക്കാനായിട്ടുള്ള എന്നിട്ട് കാര്യങ്ങൾ ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യം എന്ത് ദോഷവും ഉണ്ടല്ലോ, പറഞ്ഞ പോലെ ഈ വീട് പണിക്ക് നമുക്ക് സമയമാണോ, നമ്മുടെ സമയദോഷമാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ പേരിലോ അല്ലെ ഭാര്യയുടെ പേരിലോ പങ്കാളിയുടെ പേരിലോ ഒക്കെ നമുക്ക് വീട് പണി പുനരാരംഭിക്കാൻ ശ്രമിക്കാം. ചില വീട് പണിയൊക്കെ നടക്കാതിരിക്കാനായിട്ട് ചില ദൃഷ്ടിദോഷങ്ങളോ ശത്രുദോഷങ്ങളോ ഒക്കെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രതിവിധികൾ നമ്മൾ ചെയ്യാം. ഈ മറ്റു ദോഷങ്ങളൊന്നുമില്ല, നമ്മുടെ ദശാകാലത്തിൻ്റെ ഒരു സമയത്തിൻ്റെ ഒരു ദോഷം അനുസരിച്ച് ആണ് നമുക്കിപ്പോൾ അത് മുന്നോട്ട് പോകാൻ പ്രയാസമെങ്കിൽ നമുക്ക് ആ ദശാനാഥനെ ഏതാണെന്ന് വെച്ചാൽ ദശാനാഥന് ഒറ്റ ഗ്രഹശാന്തി പൂജ നമുക്ക് ചെയ്യാം. ഉദാഹരണം, ആകത്തേശയാണെങ്കിൽ ആകത്തിന് പത്മവിട്ട് പൂജ നമുക്ക് കൊടുക്കാം. അപ്പോൾ അതുപോലെ ചന്ദ്രദശയാണെങ്കിൽ ചന്ദ്രന് പത്മവിട്ട് പൂജ കൊടുക്കാം. അങ്ങനെ ഏതൊരു ഗ്രഹങ്ങളുടെ ദശാകാലമാണെങ്കിലും നമുക്ക് ആ ഗ്രഹം ജാതകവശാൽ ദുസ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ അതിനൊക്കെയുള്ള പ്രതിവിധികൾ നമുക്ക് ജ്യോത്സ്യനെ കണ്ടിട്ട് നമുക്കത് ചെയ്യാം. അതുപോലെ മറ്റ് ദോഷങ്ങളൊന്നുമില്ല എങ്കിൽ തടസ്സങ്ങൾ ഉള്ള അവസ്ഥയിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പരിപാടി നടക്കും. ഒന്നാമത് ഞാൻ പറഞ്ഞ സമയം നമുക്ക് നല്ലതാണോ നമ്മൾ നോക്കണം, ആദ്യം ചിന്തിക്കേണ്ട കാര്യമാണ്. അതുപോലെ നമുക്ക് സ്ഥാനം കറക്റ്റാണോ നോക്കണം. ഒരു വസ്തുവിൽ ഒരു വീടിന് സ്ഥാനം പറയുന്നുണ്ട്, മർമ്മമൊക്കെ പറയുന്നുണ്ട്. ആ മർമ്മമൊക്കെ ദോഷമായിട്ടുള്ള വീടാണ്, മർമ്മദോഷമൊക്കെ ഉള്ള വീടാണെങ്കിൽ പണി പൂർത്തീകരിക്കാൻ ബുദ്ധിമുട്ട് വരും. സ്ഥാനം ശരിയാണോ, ചില പഠിച്ചുകൊണ്ടിരിക്കുന്ന ചില ഈ പറഞ്ഞ വാസ്തു വിദഗ്ധരൊക്കെ ഉണ്ട്, അവരൊക്കെ വന്ന് ചിലപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയായിക്കൊണ്ട് നിർബന്ധമില്ല. അതുപോലെ ഇന്നവർക്ക് ഇന്നവെന്ന് വിധിച്ചിട്ടുണ്ട്. നമ്മുടെ ഭൂമിക്ക് എതിരായിട്ട് ഉള്ള വാസ്തു വിദ്യയിലാണ് അല്ലെ വാസ്തുപ്രകാരം ആ വീട് പണിയുന്നതെങ്കിലും സ്ഥാനദോഷമായിട്ടൊക്കെ അതിനെ പറയാം. സ്ഥാനദോഷമോ സ്ഥലദോഷമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വീട് പണി മുടങ്ങുന്ന അവസ്ഥയൊക്കെ വരാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യം ശ്രദ്ധിക്കണം. അതുപോലെ പണി കഴിവതും ആരും കാണരുത്. ഇപ്പോൾ കഴിവതുമില്ലേ, പലയിടത്തും നമ്മൾ ഈ ബിൽഡിംഗ് ഒക്കെ പണിയുന്ന സമയത്ത് ഈ നെറ്റ് വെച്ച് പണി ആരും കാണാത്ത രീതിയിൽ മറയ്ക്കുന്നുണ്ടാവും. ചിലരാണെങ്കിൽ ഈ കുമ്പളങ്ങായി ഈ വികൃതമായിട്ടുള്ള മുഖങ്ങൾ, ചിലരാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ചെരുപ്പ്, ചിലരാണെങ്കിൽ പഴയ ഉടുപ്പും പാൻറ്റും ഒക്കെ വെച്ചിട്ട് ഓരോ കോലങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാറുണ്ട്, അല്ലേ? അതൊക്കെ ദൃഷ്ടി ബാധിക്കരുത് എന്ന രീതിയിലാണ്. കഴിവതും ഈ പരിപാടി പൂർത്തിയാകുന്നവരെ പണി ആരും കാണാത്ത വിധം നമുക്ക് ഷീറ്റോ എന്തെങ്കിലുമൊക്കെ ടാർപ്പയോ ഒക്കെ വെച്ച് കഴിവതും അത് മറച്ച് ചെയ്യുന്നത് കുറച്ച് നന്നായിരിക്കും. അതുപോലെ നമുക്ക് ഈ വീട് പണിക്ക് ആവശ്യമായ പൈസയായാലും സാധനങ്ങളായാലും ഒക്കെ ചിലപ്പോൾ എല്ലാവരുടെ കയ്യിലും പൈസ പൂർണ്ണമായിട്ട് കൈ വെച്ചുകൊണ്ടായിരിക്കുകയില്ല ഇറങ്ങുന്നത്. നമുക്ക് നല്ല ദിവസം നോക്കിയിട്ട് കടം വാങ്ങിക്കണം. സമയം മോശമാണ്, ഒരാൾ പണിക്ക് ഇറങ്ങി, അയാൾ അതിനെക്കാട്ടിലും മോശമായിട്ടുള്ള ദിവസങ്ങൾ, ഉദാഹരണം നമുക്ക് കർത്തവാവും വെള്ളിയാഴ്ചയും വരിക അല്ലെ ശനിയാഴ്ച ദിവസം. അപ്പം അങ്ങനെയുള്ള മോശ സമയത്ത് മോശ ദിവസങ്ങളിൽ പോയി കടം വാങ്ങിച്ച് സാധനമായാലും പൈസയായാലും കടം വാങ്ങിച്ച് കഴിഞ്ഞാൽ അത് ഇരട്ടിക്കുന്നതല്ലാതെ അത് മാറത്തില്ല. ആ കടം തീർക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയില്ല. ഒരു കടം തീർക്കാൻ അടുത്ത കടം വാങ്ങിക്കും, അത് അതിനെക്കാട്ടി വലിയ കടമാവും, അത് കൊടുക്കാൻ ബ്ലേഡ് എടുക്കേണ്ടി വരും, പിന്നെ ആധാരം കൊണ്ട് പണയം വെക്കേണ്ടി, ചിലപ്പോൾ വീടും വസ്തുവും തന്നെ ചിലപ്പോൾ ജപ്തിയായി പോയെന്നൊക്കെ ഇരിക്കാം. അപ്പം അങ്ങനെയുള്ള ദിവസങ്ങൾ നോക്കിയിട്ട് വേണം നമുക്ക് കടം സാധനമായാലും പൈസയായിട്ട് വാങ്ങിക്കാനായിട്ട്. അല്ല, പണിക്കാർക്ക് നമ്മൾ മിക്കവരും ചെയ്യുന്ന കാര്യം മൊത്തം കോൺട്രാക്റ്റ് കൊടുത്തു, ഇനിയിപ്പോൾ അവർക്കൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല, കോൺട്രാക്ട് എല്ലാം ചെയ്തുകൊള്ളുന്നിരിക്കും. കോൺട്രാക്ട് ചെയ്യുന്നില്ല, പണിക്കാർക്ക് നമ്മൾ പറഞ്ഞാൽ ഒന്നും പറ്റില്ല, വെള്ളം കുടിക്കാനുള്ള വെള്ളം, വൈകിട്ട് ചായയോ രാവിലെ ചായയോ വൈകിട്ട് കാപ്പിയോ കുടിക്കാനുള്ള വെള്ളമോ കൊടുക്കണം. കാരണം ഈ തച്ച് ശാപം എന്ന് പറയും, ഈ പണിയുന്നവർ ഈ ദാഹിച്ച് പണിഞ്ഞു കഴിഞ്ഞാൽ പണിയുന്നവരാണെങ്കിൽ വീട്ടുകാരും തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ, നമുക്ക് വെള്ളം പോലും വേണമെന്ന് ചോദിക്കുന്നില്ലല്ലോ, അവരുടെ ഒരു ശാപം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പരിപണി നീണ്ടു പോകാനുള്ള സാധ്യതയുണ്ട്. പണിക്കാർക്ക് ഒരിക്കലും പറഞ്ഞ വെള്ളമൊന്നും കൊടുക്കാതിരിക്കരുത്. പിന്നെ നമുക്ക് ഈ പണി നടക്കുമ്പോൾ നിത്യം നമുക്ക് ഒരു ക്ഷേത്ര ദർശനം, വീട്ടിൽ അശുദ്ധിയുള്ളപ്പോൾ വേണ്ട, ശുദ്ധമായിട്ടുള്ള അവസ്ഥയിൽ നിത്യം ക്ഷേത്ര ദർശനവും നിത്യം പ്രാർത്ഥനകൾ, എത്രയും പെട്ടെന്ന് ഭഗവാനെ എൻ്റെ പെരപണി പൂർത്തീകരിച്ച് എനിക്ക് അതിനകത്ത് കയറി എൻ്റെ സന്താനങ്ങൾക്കും എൻ്റെ അടുത്ത തലമുറയ്ക്കുമൊക്കെ സൗഖ്യമായിട്ട് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലാതെ അവിടെ കയറി താമസിക്കാൻ സാധിക്കണമെന്ന രീതിയിൽ നിത്യമായിട്ട് പ്രാർത്ഥിക്കണം. അതുപോലെ പെരപണി മൊത്തം കഴിഞ്ഞ ശേഷം നമ്മൾ നിർബന്ധമായിട്ടും ഗണപതി ഹോമം
ലക്ഷ്മി നാരായണ പൂജ, അല്ലെങ്കിൽ അഷ്ടലക്ഷ്മി പൂജ, നവഗ്രഹ ഹോമം, നവഗ്രഹ പൂജ, അതുപോലെ തന്നെ വാസ്തുബലി, ഭഗവതി സേവ, ഇപ്പോൾ സ്ഥലസംബന്ധ ദോഷങ്ങളുള്ള സുദർശന ഹോമം മുതലായ കർമ്മങ്ങളൊക്കെ മസ്റ്റായിട്ട് നമ്മൾ ചെയ്തിരിക്കണം. നമുക്ക് അതിനകത്തൊരു ലോകത്വം ആരും കാണിക്കാൻ പാടില്ല. നല്ലൊരു കർമ്മിയെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുകയും വേണം. നമുക്ക് പരിപാടി മുടങ്ങിടക്കുമ്പോൾ നമുക്ക് പുനരാരംഭിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് പൂർത്തിയായതിനു ശേഷം അതിന് വേണ്ട പരിഹാരക്രിയകൾ ചെയ്തുകൊള്ളാൻ പ്രാർത്ഥിച്ച് വേണം പരിപാടി തുടങ്ങാനായിട്ട്. അതിലൊന്നും മുടങ്ങിക്കിടക്കുന്ന പണി പുനരാരംഭിക്കുമ്പോഴും നമുക്ക് മുഹൂർത്തം നോക്കിയിട്ട് നല്ല മുഹൂർത്തത്തിൽ പരിപാടി പുനരാരംഭിച്ച് കഴിഞ്ഞാലും പെട്ടെന്ന് പരിപാടി തീരാനായിട്ട് നമുക്ക് സഹായിക്കും. അതുപോലെ നമുക്ക് ഈ പണിയുന്നവർക്കായാലും ഇപ്പോൾ ചേരാണെങ്കിൽ ഒരു കോൺട്രാക്ടറെ പണി ഏൽപ്പിച്ചു, അദ്ദേഹം ചിലപ്പം അല്പം സാവകാശമായതുകൊണ്ട് ചിലപ്പോൾ അദ്ദേഹത്തിനെ ഒഴിവാക്കിയിട്ട് വേറൊരാൾക്ക് കൊടുക്കും. വേറൊരാൾക്ക് കൊടുക്കുമ്പോൾ പുള്ളിയുടെ മനസ്സ് വേദനിക്കാത്തതിൽ എന്തെങ്കിലും ഒരു ചെറിയ ദക്ഷിണയും കൂടെ കൊടുത്തിട്ട് വേണം വേറെ ആളിനെ അങ്ങ് ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ ഏൽപ്പിക്കാൻ. അപ്പോൾ ആ തച്ചുശാപം എന്ന് പറഞ്ഞാൽ അതും തച്ചുശാപത്തിൽ പെടുന്നത് തന്നെയാണ്. അത് കിടന്നാലും ഈ പണി പൂർത്തിയാക്കാൻ ബുദ്ധിമുട്ടൊക്കെ നമുക്ക് വരും. അപ്പോൾ ഇങ്ങനെ വീട് പണി വേഗത്തിലാവാൻ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും ഇനി ഇതൊരു വ്യത്യസ്തമായ എപ്പിസോഡുമായിട്ട് കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.